എല്ലാ പേയ്മെന്റ് UPI കൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് UPI വഴി പേയ്മെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്? കാരണം എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം പെട്ടെന്ന് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്തിട്ട് പോകും. അതുകൊണ്ട് മാത്രം നമുക്ക് UPI പേയ്മെന്റ് നമ്മൾ എപ്പോഴും ഒരു മുൻതൂക്കം നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി ഉപകാരമില്ല. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഉപകാരമായിട്ട് ഇതിന് വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ പേഴ്സണലി ഉപകാരപ്രദമാക്കാം ഓരോ പേയ്മെന്റ് നിങ്ങൾ ചെയ്യുമ്പോഴും? അങ്ങനെയാണ് നിങ്ങൾ ഡെബിറ്റ് കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഫസ്റ്റ് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് നോർമൽ ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അതിനോട് തന്നെ ഡെബിറ്റ് കാർഡും വരും. ഈ ഡെബിറ്റ് കാർഡും സേവിങ്സ് അക്കൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഗൂഗിൾ പേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. സോ UPI രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ ഈ പറഞ്ഞ സേവിങ്സ് അക്കൗണ്ട് വേണം. അപ്പോൾ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് കിട്ടുന്ന ഡെബിറ്റ് കാർഡ്, സേവിങ്സ് അക്കൗണ്ടിന്റെ കൂടെ വരുന്ന ഡെബിറ്റ് കാർഡിന് ഓരോ അക്കൗണ്ടിനും ഓരോ ഫീച്ചർ ആയിരിക്കും വരുന്നത്, ഓരോ അക്കൗണ്ടിനും ഓരോ ഡെബിറ്റ് കാർഡ് ആയിരിക്കും വരുന്നത്. ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡിന്റെ പേര് അതിനകത്ത് കാണും. ഏത് തരം ഡെബിറ്റ് കാർഡാണ്, പ്ലാറ്റിനം ആണ്, വിസ അങ്ങനെ ഓരോ ഡെബിറ്റ് കാർഡ് കാണുന്നുണ്ടാവും. ആ ഡെബിറ്റ് കാർഡിന്റെ ഫീച്ചർ നിങ്ങൾ അടിച്ചു നോക്കുക നെറ്റിൽ. സോ ഈ ഡെബിറ്റ് കാർഡിന്റെ ഫീച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മെജോറിറ്റി ഉള്ള പേയ്മെന്റ് നിങ്ങൾ ഡെബിറ്റ് കാർഡ് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡെബിറ്റ് കാർഡ് ഓരോ ഫീച്ചർ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഡെബിറ്റ് കാർഡിൽ വരുന്ന കണ്ടുവരാനുള്ള കോമൺ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെബിറ്റ് കാർഡിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. നമ്മൾ പോലും അറിയാത്ത ഇൻഷുറൻസ് കവറേജ് നമ്മുടെ ഡെബിറ്റ് കാർഡിലുണ്ട്. ചിലത് 3 lakh ആയിരിക്കാം, ചിലത് 5 lakh ആയിരിക്കാം, ചിലത് 10 lakh ആയിരിക്കാം. അങ്ങനെ ഓരോ ഡെബിറ്റ് കാർഡ് വേരിയന്റ് മാറുന്ന ഡെബിറ്റ് കാർഡിന് ഈ പറഞ്ഞ ഇൻഷുറൻസിന് എമൗണ്ട് കൂടുന്നുണ്ടാവും. കോമൺ ആയിട്ട് കണ്ടുവരാനുള്ളത് വെച്ചാൽ ഡെബിറ്റ് കാർഡ് ഇൻഷുറൻസ് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി. നമ്മൾ ഒരുപാട് പേര് ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് ഡെബിറ്റ് കാർഡ് EMI എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഈ പറയുന്ന സേവിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് കാർഡിൽ വരുന്നുണ്ട്. അത് എല്ലാ കാർഡിലും ചില കാർഡിലൊക്കെയാണ് വരുന്നത്. അതും കസ്റ്റമറിന്റെ എലിജിബിലിറ്റി മീൻസ് സിബിൽ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ബേസ് ചെയ്ത് നോക്കിയിട്ട് ഡെബിറ്റ് കാർഡ് ഈ പറയുന്ന EMI ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ച് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ബാലൻസ് വേണമെന്നില്ല. ഡെബിറ്റ് കാർഡിൽ ബാലൻസ് 0 ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റും. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ലോഞ്ച് എക്സസ് വരെ ഡെബിറ്റ് കാർഡിൽ വരുന്നുണ്ടാവും. ചില കാർഡുകൾ അനുസരിച്ചിട്ടാണ്, കാർഡുകൾ മാറുന്നതനുസരിച്ചാണ് ലോഞ്ച് എക്സസ് ഉള്ളത്. സോ ലോഞ്ച് എക്സസ് നിങ്ങൾ എയർപോർട്ടിൽ ഇപ്പോൾ ലോഞ്ച് എക്സസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾ ഇന്ന് വാങ്ങിക്കുന്നത്. അതൊരു ചായ എടുക്കണമെങ്കിൽ തന്നെ 10, 200, 250 രൂപയൊക്കെ ആവും ചായ വളരെ കഴിക്കുകയാണെങ്കിൽ. സോ ഇതൊക്കെ നിങ്ങൾക്ക് വെറും 2 രൂപ 3 രൂപ ഉപയോഗിച്ച് നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്ത് എടുക്കാനേ ഉള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡെബിറ്റ് കാർഡിൽ ചിലപ്പോൾ ഓരോ 200 അല്ലെങ്കിൽ 300 സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു പേഴ്സൺ ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ ഒരു 1 റിവാർഡ് പോയിന്റ് വെച്ച് നിങ്ങൾ അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഈ റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ റിവാർഡ് പോയിന്റ് 1 ക്യാഷ് ബാക്ക് പോയിന്റ് 2 ക്യാഷ് ബാക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മളെ ബാങ്കിന്റെ വാളറ്റിനകത്ത് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഈ വാളറ്റ് വൺസ് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് പോയിന്റ്സ് ആകുമ്പോൾ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. റെഡീം ചെയ്ത് നമുക്ക് വൗച്ചർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇത്രയും ഫീച്ചർ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉണ്ട്. എന്നിട്ട് നമ്മൾ UPI ആണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ UPI ഡെബിറ്റ് കാർഡ് ചൂസ് ചെയ്യുന്നത് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു 100 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് താഴെ ആണെങ്കിൽ മാത്രം നിങ്ങൾ UPI പേയ്മെന്റ് 200 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പേയ്മെന്റും നിങ്ങൾ കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യും. കാരണം വെച്ചാൽ നിങ്ങൾ കാർഡ് വെച്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ പോലും അറിയാത്ത ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ അവൈൽ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എപ്പോഴും UPI പേയ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. കാർഡ് വെച്ച് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ട്. 200 രൂപയ്ക്ക് താഴെ ഏത് പേയ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ UPI ചെയ്ത് ഒരു പ്രശ്നമില്ല. 200 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഓരോ പേയ്മെന്റും നിങ്ങൾ കാർഡ് വെച്ച് തന്നെ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും.